ദൈവനാമത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞാൻ എൻ്റെ പേര് അശ്വതി പായി. ഞാനൊരു ഹൈന്ദവ മാർഗത്തിൽ നിന്നും കർത്താവിന് വേണ്ടിയിട്ട് 1989 ഇറങ്ങി തിരിച്ചു. വളരെ കഷ്ടപ്പാടുകളും വേദനകളും സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു എൻ്റെ ഭവനത്തിൻ്റേത്. എന്നാൽ ഈ യേശു സമാധാനം തരുന്ന ദൈവമാണെന്ന് 1989 അറിയുവാനായിട്ടിടയായി തീർന്നു. എൻ്റെ അച്ഛനൊരു വലിയ മദ്യപാനിയായിരുന്നു. അതായിരുന്നു എൻ്റെ ജീവിതം, എൻ്റെ കുടുംബത്തിൻ്റെ സമാധാനത്തിൻ്റെ അസ്വസ്ഥത ഉണ്ടാക്കിയത്. ദൈവത്തിന് വേണ്ടിയിട്ട് വേർതിരിയുവാൻ കർത്താവ് ഞങ്ങളെ കണ്ടതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയുടെ സ്തോത്രം ചെയ്യുന്നു. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ എവിടെ പോയി സമാധാനം നേടാമെന്ന് വിചാരിച്ച് അലഞ്ഞു തിരിയുന്ന സമയങ്ങളിലും തമ്പുയുടെ ഹൃദയം എന്ന് പറയുന്ന ഒരു ട്രാക്റ്റ് ഞങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. ഭവനത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പറഞ്ഞാൽ, സ്വന്തം ഭവനത്തിൽ ഒരു അന്തി പോലും കിടന്നുറങ്ങുവാൻ കഴിയാതെ വണ്ണം റബ്ബറും തോട്ടങ്ങളിലും കപ്പക്കാലായിലും അയൽപക്കങ്ങളിലുള്ള വീടുകളിലുമാണ് ഞങ്ങൾ ഓരോ രാത്രികളിലും കിടന്നുറങ്ങിയിരുന്നത്. ജൂൺ മാസത്തെ പെരുമഴ പെയ്യുന്ന സമയങ്ങളിൽ പോലും മഴ നനഞ്ഞ് പറമ്പുകളിൽ ഇരുന്ന് ഉറങ്ങിയ സമയങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കാരണം രക്തം കുടിക്കുവാൻ വേണ്ടി അടുത്തു വരുന്ന ഒരു പിതാവാണ് എനിക്കുണ്ടായിരുന്നത്. രക്തം കിട്ടിയില്ല എങ്കിൽ എൻ്റെ അച്ഛൻ ഉറക്കം വരത്തില്ല. ഒന്നുകിൽ സ്വന്തം ശരീരം മുറിച്ച് രക്തം കുടിക്കണം, അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരം മുറിച്ച് രക്തം കുടിക്കണം. അതിനുവേണ്ടി അടുത്തു വരുന്ന ഒരു പിതാവിനെയാണ് ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ പ്രാണനെ ഭയന്ന് എല്ലാ ദിവസവും ഞങ്ങൾ മറ്റുള്ളവരുടെ ഭവനങ്ങളിലേക്കും ഓരോ സ്ഥലങ്ങളിലേക്കും പ്രാണനെ ഭയന്ന് ഓടുന്ന ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അങ്ങനെ എന്തിനെ ജീവിക്കണം, മരിച്ചു കളയാമെന്ന് ഞങ്ങൾ വിചാരിച്ച അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടായി. അങ്ങനെ സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ പലയിടങ്ങളിലും ഓടിയതായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. കണിയന്മാർ അടുക്കൽ, മേത്തന്മാർ അടുക്കൽ, അങ്ങനെ എല്ലാം മണർകാട് പള്ളി, അങ്ങനെ ഒത്തിരി പള്ളികളെല്ലാം നേർച്ചകൾ നേരുകയും ഒത്തിരിയും രൂപകളൊക്കെ അതിനുവേണ്ടി മുടക്കുകയൊക്കെ ചെയ്തെന്നാൽ സമാധാനം ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഏറെയും അസമാധാനമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ തമ്മിയുടെ ഹൃദയം എന്ന് പറഞ്ഞ ട്രാക്റ്റ് ലഭിക്കാൻ ഇടയായി തീർന്നത്. ആ ട്രാക്റ്റ് വായിച്ചപ്പോൾ യേശു സമാധാനം തരുന്നതാണെന്ന് ഞങ്ങൾ അതിൽ നിന്ന് അറിയാനിടയായി തീർന്നു. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, മോളെ, ഈ സമാധാനം തരുന്ന ഒരു ദൈവം യേശു ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞാൽ അതും കൂടി നമുക്ക് നോക്കാം, അതിനുശേഷം നമുക്ക് മരിച്ചു കളയാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇതെവിടെ ചെന്നാണ് ഇത് അറിയുന്നതെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥന ഞങ്ങൾ അന്വേഷിച്ച് കടന്നു പോവുകയും രഹസ്യമായി പോയിക്കൊണ്ടിരുന്നു. അതൊന്നും ഞങ്ങളുടെ അച്ഛൻ അറിയാതെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കും ഒരു ദിവസം എൻ്റെ അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ പെന്തക്കോസ്തുകാരനാണ്. അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊരു പ്രെയർ നടത്തുമ്പോൾ അച്ഛനെ അവർ ക്ഷണിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ആ ക്ഷണം അച്ഛനെ തള്ളിക്കളയാൻ കഴിയാത്തത് കൊണ്ട്, അച്ഛൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞങ്ങളെല്ലാവരെയും കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുപോകാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ ഉള്ളത്തിൽ ഒത്തിരി സന്തോഷം തോന്നി. എന്നാൽ ഞങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ അയൽവക്കത്തുള്ളവരെല്ലാം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുകയാണെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ സിനിമയ്ക്ക് പോവുകയാണെന്ന്. എന്നാൽ ഞങ്ങൾ ആ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ അന്ന് ഒത്തിരിയും ആൾക്കാർ കടന്നു വന്നിട്ടുണ്ട്. ഞാനൊന്നും ആ പ്രാർത്ഥനയ്ക്കൊന്നും അങ്ങനെ ഒത്തിരി ഒന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതെന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ അവിടെ ചെന്ന് കയറിയിരുന്നു. അവിടെ അന്ന് പ്രസംഗിച്ചത് അച്ചുകുഞ്ഞെന്ന് പറഞ്ഞൊരു ദേവദാസനായിരുന്നു. ആ ദേവദാസൻ വചനം സംസാരിച്ചതിന് ശേഷം ആരെങ്കിലും ഇന്ന് യേശുവിനെ സ്വീകരിക്കുന്നുണ്ടോ, ആർക്ക് വേണം ഇന്ന് യേശുവിനെ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു കരങ്ങൾ പൊക്കണമെന്ന്. എന്നാൽ അച്ഛൻ മുൻപിൽ ഇരിക്കുന്നതുകൊണ്ട് അച്ഛൻ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പെട്ടെന്ന് അച്ഛൻ്റെ ഹൃദയത്തിന്മേൽ ദൈവത്തിൻ്റെ ആത്മാവ് തോന്നിച്ചിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മകൾക്കും കരങ്ങൾ പൊക്കണമെങ്കിൽ പോക്കാം, അത് എൻ്റെ അനുവാദമില്ലാതെ അവർ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവർക്ക് സമ്മതം കൊടുക്കുന്നു. എനിക്കിപ്പോൾ അത് പറ്റത്തില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു ജോലിയാണ് ചെയ്യുന്നത്. ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം ഈ യേശുവിനെ എനിക്ക് മതി, അതുവരെ എൻ്റെ ഭാര്യയും മക്കളും ആ യേശുവിനെ സ്വീകരിക്കട്ടെ എന്ന് പറയുക. ആ സമയം തന്നെ ഞങ്ങൾ കരങ്ങൾ പൊക്കുകയും ആ ദേവദാസൻ ഞങ്ങൾക്ക് യേശുവിനെ എങ്ങനെ സ്വീകരിക്കണമെന്ന് ദൈവദിനത്തിലൂടെ പറഞ്ഞു തരികയും ഞങ്ങൾ അത് ഏറ്റുപറയുകയും ചെയ്തു. അങ്ങനെ 1989 ഒക്ടോബർ മാസം 24-ാം തീയതി ഈ കർത്താവിനെ ഞങ്ങൾ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഒരാഴ്ച പോലും കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ജലത്തിൽ കർത്താവിനെ സ്വീകരിക്കാൻ ഇടയായി തീർന്നു. അധികം നീട്ടിക്കൊണ്ടു പോയിരുന്നാൽ അത് കഴിയത്തില്ലാത്തതിനാൽ ഞങ്ങൾ അത് എത്ര വേഗം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അന്ന് മുതൽ വളരെ കഷ്ടങ്ങളും പ്രയാസങ്ങളും പീഡനങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്തു വന്നു. ഓരോ ദിവസവും അതിനേക്കാൾ ഏറെ കഴിഞ്ഞ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ എന്ത് പ്രതികൂലം അനുഭവിച്ചോ അതിനേക്കാൾ മറുവശത്ത് വേറൊരു രീതിയിലുള്ള പ്രതികൂലങ്ങൾ ഞങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഓരോ ദിവസവും ഞങ്ങൾക്ക് പുതിയ വാക്കത്തി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ
വെട്ടുകയും മുറിവേൽപ്പിക്കുകയും ചെയ്തിരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരുന്നാൽ അതൊക്കെയും അനുഭവിക്കുമ്പോൾ സ്തോത്രം പറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ ഒരു സൂത്രമെന്ന് പറഞ്ഞ് ഞങ്ങളെ വീണ്ടും വീണ്ടും വെട്ടി മുറിവേൽപ്പിക്കാൻ ഇടയായിത്തീരും. അങ്ങനെ വീണ്ടും ഞങ്ങൾ നെട്ടോട്ടം ഓടാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ അതിനുവേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ഒരു കൂട്ടം ദൈവമക്കളെ ഞങ്ങൾക്ക് തന്നിരുന്നു. അതുവരെ ഞങ്ങൾ മാത്രമായിരുന്നു ഈ കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, വേദനകൾ സഹിച്ചിരുന്നത്. അന്ന് മുതൽ ഞങ്ങൾ ദൈവസഭയോട് ചേർന്നതുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ആ ദൈവമക്കളുടെയും ദൈവദാസനെയും പ്രാർത്ഥന ഒന്ന് മാത്രമാണ് ദൈവം ഞങ്ങളെ നിലനിർത്തുവാനായിട്ട് ഇടയായി തീർന്നത്. അങ്ങനെ 1991 ഒരു ദൈവദാസനുമായിട്ട് എൻ്റെ വിവാഹം നടക്കുവാനായിട്ട് ഇടയായി തീർന്നു. 92 ഞങ്ങൾ മലബാറിലേക്ക് കർത്താവിന് വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ കുടുംബമായി കടന്നു പോവുകയും അവിടെ കർത്താവിന് വേല ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വളരെ പട്ടിണിയും വളരെ കഷ്ടതയും വേദനകളും ഉടുതുണിക്ക് മറുതുണിയില്ലാതെയും ഭക്ഷണമില്ലാതെയും ഒക്കെ ഞങ്ങൾ ഭാരപ്പെട്ടുവെങ്കിലും ഈ കർത്താവിനെ തള്ളിക്കളയാതെ വണ്ണം ദൈവത്തിന് വേണ്ടി നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ വെച്ച് അച്ഛനെ ഒരു അറ്റാക്ക് ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. അത് വളരെ സീരിയസ് ആയിരുന്നു. എന്നാലും തകർത്ത് കളയാതെ വേണം ദൈവത്തിന്റെ കൃപയിൽ പരിപാലിച്ച് നിലനിർത്തി ദൈവത്തിന്റെ കൃപയ്ക്കാൻ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും 2 അറ്റാക്കുകൾ ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. അതിൽ നിന്നും ദൈവം സൗഖ്യമാക്കി. എന്നാൽ തുടർന്ന് ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കണം, നാവിനിടയിൽ ഗുളികയൊക്കെ ഇട്ടുകൊണ്ട് നടക്കണമെന്ന് ഡോക്ടേഴ്സ് ഒക്കെ പറയാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അങ്ങനെ ചെയ്തിട്ട് പോലും രോഗത്തിനൊരു സൗഖ്യമില്ലാതെ വന്നപ്പോൾ അച്ഛൻ തന്നെ പറഞ്ഞു, ഞാൻ ഇനിയും ഗുളിക കഴിക്കുന്നില്ല, ഇത് കഴിച്ചുകൊണ്ട് നടന്നിട്ടും എനിക്കൊരു സൗഖ്യമില്ല, അതുകൊണ്ട് ഞാനിത് എടുത്ത് കളയാൻ പോവുകയാണ്, ദൈവം എന്നെ സൗഖ്യമാക്കട്ടെ എന്ന് പറഞ്ഞ് അതെടുത്ത് കളയുകയും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി ആരോഗ്യത്തോടെ ബലത്തോടെ കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കുന്നു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നൊക്കെ സ്ഥലം മാറി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ എറണാകുളത്ത് തിരുവാണിയൂർ എന്ന പ്രദേശത്ത് കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങൾ അന്നുണ്ട്. 4ാമത്തെ മകൾ അന്ന് അവൾക്കൊരു പ്രതികൂലം അവിടെ നിന്ന് ഉണ്ടാകാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഹോളിന് ഒരല്പം സ്ഥലമുള്ളതിനാൽ അവിടെ അല്പം കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ഇടയായി. തൊട്ട് അയലോകത്തുള്ള ഒരു അച്ചായന് അവരുടെ കൃഷിക്ക് നെല്ലിനെല്ലാം വിഷം വെച്ചതിന് ശേഷം അവിടെ എലിയുടെ ശല്യം കൂടുതലായതുകൊണ്ട് ഞങ്ങൾക്കും അല്പം തന്നു, പാസ്റ്ററെ അല്പം വിഷം ഇതിന് നിങ്ങളും വെച്ചോ, അല്ലെങ്കിൽ ഈ എലി എല്ലാം കൂടെ നിങ്ങളുടെ അവിടോട്ട് വരും എന്നൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ആ വിഷം ഞങ്ങൾക്കും തരാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പഴത്തിനകത്തെ പഴമെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം ആ പഴത്തിനകത്തേക്ക് ഈ തന്ന ഫ്ലൂരിഡാൻ എന്ന് പറയുന്ന വിഷം വെക്കാനായിട്ട് ഇടയായി തീർന്നു. അത് വെച്ചിട്ട് ഇത് വെച്ചപ്പോൾ അത് തുറന്നു പോരുന്നത് കൊണ്ട് അത് നൂലെടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട് ആ പഴം അവിടെ വെച്ചതിന് ശേഷം അച്ഛൻ അകത്തേക്ക് കയറിപ്പോയി. ആ പോയ സമയത്ത് ഈ ഇളയ കുഞ്ഞ് അവിടേക്ക് ഇറങ്ങി വരികയും ഞങ്ങൾ ആരും കണ്ടിരുന്നില്ല. വന്നപ്പോൾ ഈ പഴം അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് കുഞ്ഞ് ഈ പഴം തൊലിയോട് കൂടി എടുത്ത് തിന്നുവാനായിട്ട് ഇടയായി തീർന്നു. തിന്നതിന് ശേഷം കുഞ്ഞ് ഹോളിനോട് ചേർന്ന് ഭിത്തിയുമേ ചാരി മാറിയിരുന്നു. അപ്പോൾ സമയം സന്ധ്യ ആയിക്കൊണ്ടേയിരുന്നു. അതിനാൽ ഞങ്ങൾ ഓർത്ത് കുഞ്ഞുങ്ങൾ എല്ലാവരും കൂടി മുറിക്കാത്തുണ്ടെന്നാണ് വിചാരിച്ചത്. അച്ഛൻ നൂലുമായി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ വെച്ചിരുന്ന സ്ഥലത്ത് പഴം കണ്ടില്ല. അപ്പോൾ എന്നോട് ചോദിച്ചു, എടി ഇവിടെ നിന്ന് പഴം എന്ത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ എല്ലാം തപ്പി നിന്നിട്ട് കാണാതെ വന്നപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ വിളിച്ചപ്പോൾ മൂത്ത മകള് പറഞ്ഞു കുഞ്ഞ് കുറച്ചു നേരം മുമ്പേ ഇറങ്ങിപ്പോന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ഉള്ളിൽ ഭയമായി ഞങ്ങളെല്ലാം തപ്പി കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ കണ്ടുപിടിച്ചു. ഹോളിനോട് ചേർന്ന് മറുവശത്തായിട്ട് അവള് ഈ തിന്ന പഴത്തിന്റെ അല്പ തൊലിയുമായിട്ട് ഭിത്തിയോട് ചേർന്ന് ഇങ്ങനെ ചാരി തളർന്നിരിക്കുന്ന ഒരു കുഞ്ഞിനെയാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ തന്നെ അവളെ അവിടെ നിന്ന് വാരി എടുത്തുകൊണ്ട് ഞങ്ങൾ വേഗം ഒരു വണ്ടി റോഡിൽ കൈ കാണിച്ച ഒരു വണ്ടി കിട്ടി. അങ്ങനെ അതിൽ കയറി പെട്ടെന്ന് ഞങ്ങൾ തൃപ്പൂണിത്തറ വർമ്മ ഹോസ്പിറ്റലിൽ ഇവളെയും കൊണ്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് മരിച്ചുപോയി, ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്. പെട്ടെന്ന് അവർ ആ സന്ധ്യ 7 മണി സമയമായതുകൊണ്ട് ട്രാഫിക് വളരെ ഉള്ളത് കൊണ്ട് അവരവിടുന്ന് ആംബുലൻസ് വിട്ടു തന്നു. ആ ആംബുലൻസ് ഞങ്ങൾ ഈ കുഞ്ഞിനെ കൊണ്ട് മെഡിക്കൽ ട്രസ്റ്റിലേക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ പോയി. അവിടെ ചെന്നു, കുഞ്ഞിനെ കാഷ്വാലിറ്റിയിൽ കയറ്റി. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞ് മരിച്ചുപോയി, മണിക്കൂറുകളായി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാൽ അവിടെ കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ആക്കി. പെട്ടെന്ന് അവർക്ക് ചെയ്യാവുന്നതുപോലെയൊക്കെ ചെയ്തു നോക്കി. ഒന്നും കുഞ്ഞിന് വായിൽ നിന്നോ ഒന്നും പുറത്തേക്ക് വരുന്നില്ല, ഒരു വഴുവഴുത്ത വെള്ളമല്ലാതെ ഒന്നും വരുന്നില്ലായിരുന്നു. അപ്പോഴത്തേക്ക് ഇവരത് എങ്ങനെ ഇത് കുഞ്ഞ് വിഷം കഴിച്ചു, നിങ്ങൾക്ക് എവിടുന്ന് വിഷം കിട്ടി, ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് പറഞ്ഞ് ഞങ്ങളെ കൗൺസിലിംഗ് ചെയ്യാൻ ഇടയായി തീർന്നു. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അപ്പോൾ ഞങ്ങളിൽ നിന്ന് 4 പെൺകുഞ്ഞുങ്ങളാണെന്നൊക്കെയും ഡോക്ടേഴ്സ് അറിഞ്ഞു. അപ്പോൾ അവര് സ്ഥിരീകരിക്കുകയാണ് 4 പെൺകുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് 2.5 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞിനെ ഇവര് മനഃപൂർവ്വം വിഷം കൊടുത്ത് കൊന്നതാണ്. എന്നിട്ട് ഞങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതാണെന്ന് അവര് പറയാനായിട്ട് ഇടയായിരുന്നു. അപ്പോൾ തന്നെ പോലീസിനെയൊക്കെ അറിയിച്ചു. പോലീസൊക്കെ കടന്നു വന്നു. ഞാൻ കേസ് ഫയൽ ചെയ്യുന്ന ഒരു അനുഭവമാണ് അവിടെ ഉണ്ടായത്. എന്നാൽ ദൈവത്തോട് ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുകയും ഞങ്ങളോട് സഹകരിക്കുന്ന അനേക ദൈവമക്കളോട് ആ സമയം തന്നെ ഈ വിവരം വിളിച്ചു പറയുവാനും ഇടയായി തീർന്നു. എല്ലാവരും പ്രാർത്ഥിച്ചു എന്ന് ഞങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നു. ആ 12 മണി 1 മണിയോടെയുള്ള
സമയമായപ്പോൾ കുഞ്ഞിനെ മോർച്ചറിയിലേക്ക് മാറ്റുവാനായിട്ട് ആ സ്ട്രക്ചറെ കൊണ്ടുവന്ന് കിടത്തി. എന്നാൽ ഞാനും അച്ഛനും കൂടെ ശക്തമായി അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച, കർത്താവെ ഈ കുഞ്ഞിന് ദൈവം എന്നീ ജീവൻ തന്നെ മതിയാകുകയുള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഹൈന്ദവ മാർഗത്തിൽ നിന്നും ദൈവമില്ലാത്ത അനുഭവത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. വളരെ നിന്ദകളും കഷ്ടപ്പാടുകളും വേദനകളും എല്ലാം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു അനുഭവം കൂടെ കടന്നു വന്നാൽ ഞങ്ങൾക്ക് അത് താങ്ങാവുന്നതല്ല. ഞങ്ങൾ കുഞ്ഞിനെ വിഷം കൊടുത്ത് കൊന്നു എന്ന് പറഞ്ഞാൽ ദൈവനാമത്തിന് ഒക്കെ വളരെ അത് നിന്നയായി തീരുന്ന ഒരു അനുഭവമാണ്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഈ വർഷത്തിന് അവസാനം നീ കുഞ്ഞിനെ എടുത്തോ, എന്നാൽ ഇപ്പോൾ എനിക്ക് ഇതിന് ജീവൻ തന്നേ മതിയാകുകയുള്ളൂ. ആ ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, മരണകരമായി യാതൊന്ന് കുടിച്ചാലും ഹാനി വരികയില്ലെന്നുള്ള ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇവിടെ മേൽ ദൈവം നിന്റെ ജീവൻ വ്യാപരിക്കട്ടെ. എനിക്കറിയാവുന്ന ഭാഷയിൽ ഞങ്ങൾ രണ്ടുപേരോടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തുടങ്ങി. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, കുഞ്ഞിന് ദൈവം ജീവൻ കൊടുക്കുകയും ആ വിഷം ഉള്ളിൽ നിന്ന് പോകാതെ തന്നെ ജീവനോടെ കുഞ്ഞ് എഴുന്നേറ്റ് വരികയും ചെയ്തു. അതിനുശേഷം അവിടുന്ന് വളരെ പ്രതികൂലങ്ങൾ അവിടെ ഉണ്ടായെങ്കിലും ഞങ്ങൾ ആ രാത്രി തന്നെ ഡിസ്ചാർജ് മേടിച്ച് വീട്ടിലേക്ക് പോവുകയും പിറ്റേ ദിവസം അവളുടെ വയറ്റിൽ നിന്ന് സ്വന്തമായി തന്നെ അത് വയറൊഴിഞ്ഞ് ഉജാല കലക്കിയതുപോലെ നീല കളറില് വയറ്റിൽ നിന്നെല്ലാം പുറത്തേക്ക് പോകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ കുഞ്ഞിന് അത്ഭുതകരമായിട്ട് ദൈവം ജീവൻ നൽകി, വിടുതൽ നൽകി. ദൈവം നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്ത്. ഇന്ന് അവൾക്ക് 12 വയസ്സുണ്ട്. അപ്പോൾ തന്നെ എന്റെ ജീവിതത്തിന് വളരെ പ്രതികൂലങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ആ എറണാകുളത്ത് വെച്ച് തന്നെ എനിക്ക് വളരെ ശാരീരിക അസുഖമില്ലാത്തയുള്ള അനുഭവം ഉണ്ടായി. എന്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ അത് പിന്നീട് ഞങ്ങൾ വൈദ്യപരിശോധനയ്ക്ക് കടന്നു പോയപ്പോൾ അത് കിഡ്നിക്ക് അസുഖമാണെന്ന് മനസ്സിലാക്കുകയും അതിന് വളരെ ഓപ്പറേഷനൊക്കെ വേണമെന്നും ഒത്തിരി ലക്ഷങ്ങൾ രൂപ വേണമെന്നൊക്കെയും അത് അറിയാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഞാൻ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ചു. ഈ ലോകത്തിലെ വൈദ്യന്മാരെക്കാൾ കർത്താവ് നല്ല വൈദ്യനാണെന്നും കർത്താവ് സൗഖ്യം തരുന്നതാണെന്നും ഒക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ടായിരുന്നു. കാരണം അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്നതുകൊണ്ട് ഈ ദൈവത്തെ മുറുകെ പിടിച്ച ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അത്രമാത്രം പ്രതികൂലം പിറകിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ദൈവം സൗഖ്യമാക്കുന്ന കർത്താവാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുകയും എനിക്ക് രോഗം മൂർച്ഛിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 2-3 മാസത്തോളം ഞാൻ കിടക്കയിലായി തീർന്നു. എഴുന്നേൽക്കാനോ ഒന്നും കഴിഞ്ഞില്ല. പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഞാൻ കിടപ്പിലായിരുന്നു. എന്നാൽ അത്ഭുതം എന്ന് പറയട്ടെ, ദൈവാത്മാ പ്രേരണയിൽ ഒരു ദൈവദാസനെ കർത്താവിടെ അയക്കുകയും ആ ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കിടക്ക വിട്ട് എഴുന്നേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് എന്നെ പൂർണ്ണമായിട്ട് സൗഖ്യമാക്കി. ഇന്ന് വരെയും ആരോഗ്യത്തോടും ബലത്തോടും ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. കുടുംബമായ ദൈവം ഞങ്ങളെ സന്തോഷകരമായി അത്ഭുതകരമായി നടത്തുന്ന വിധങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ മൂന്നാറിൽ രാജകുമാരിയുടെ പ്രദേശത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവത്തിന് വേണ്ടി അന്ത്യത്തോളം കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ കർത്താവിന് വേണ്ടി നിൽക്കുവാനായിട്ട് ആശ്രയിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കും.